അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം, ആ അധ്യായത്തിലുണ്ടായ വിടുതൽ, ആ വിടുതലിനെ തുടർന്നുണ്ടായ റിവൈവൽ. എന്നാൽ ആ റിവൈവലിനെ അംഗീകരിക്കാൻ പറ്റാതെ, ആ വിടുതലിനെ അംഗീകരിക്കാൻ പറ്റാതെ അന്നത്തെ മൂപ്പന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും അന്നത്തെ ഭരണാധികാരികളും എല്ലാം ഒരു കെട്ടായി ഒരുമനപ്പെട്ട് സുവിശേഷത്തെ ഒതുക്കാൻ ശ്രമിച്ചു. സുവിശേഷ വേലക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ദർശനമുള്ളവനെ, ദൈവം ഉപയോഗിക്കുന്നവനെ തകർക്കാൻ ശ്രമിച്ചു. അധികം പരക്കാതിരിക്കാൻ വേണ്ടി അവരാൽ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അത് ദൈവികമായതുകൊണ്ട്, അത് മാനുഷികമല്ലാത്തത് കൊണ്ട് ദൈവം അതിൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവവേദലെ, നീ ചലിക്കുന്നത് ദൈവിക ദർശന പ്രകാരമാണെങ്കിൽ, നീ മുന്നോട്ട് പോകുന്നത് ദൈവിക നിയോഗ പ്രകാരമാണെങ്കിൽ, നിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. മനുഷ്യർക്ക് നിന്നെ തൊടാൻ സാധ്യമല്ല. നിന്നെ എത്രത്തോളം ഒതുക്കുന്നോ അത്രത്തോളം നീ ഉയരത്തിലേക്ക് പറക്കുവാനായിട്ട് ഇടയായിത്തീരും. അന്ന് അവിടെ വെച്ച് ഒതുക്കാൻ ശ്രമിച്ചതാ. എന്നാൽ സുവിശേഷത്തിന്റെ ചൈത്രയാത്ര ഇന്നും വിജയകരമായിട്ട് തുടരുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ നിന്നോട് ദൂത് പറയുന്നു, നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ നീ വളരാനായിട്ട് പോകുന്നു. അത് നിന്നെ തകർക്കാൻ, നിന്നെ തളർത്താൻ മാനുഷിക ശക്തികൾക്ക് സാധ്യമല്ല. മുന്നോട്ട് പോകുക, കർത്താവ് കൊണ്ട് കൂടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.